പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 26 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ നല്ല സമയത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സൃഷ്ടിച്ച ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട്, കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു, അങ്ങയുടെ മഹാദയക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര അതിശയമായിട്ട് നടത്തി, എത്ര ശ്രേഷ്ഠമായിട്ട് നടത്തി അല്ലേ? ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപ കഴിഞ്ഞ പകൽക്കാലം നമ്മൾ അനുഭവിച്ചു. ആ ദൈവകൃപ കഴിഞ്ഞ പകൽക്കാലം അനുഭവിച്ച ദൈവമക്കളെല്ലാവരും കൈകളെ ഉയർത്തി നിന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട്, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ അവൻ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിന് സ്തോത്രം പറയാൻ അവസരം കിട്ടിയെങ്കിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവെ അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എന്നെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അമേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, വലിയ സൗഖ്യങ്ങളെ അയക്കുന്ന ദൈവം, വലിയ വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന ദൈവം, വലിയ ആത്മമണ്ഡലങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവം. അവൻ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് സ്തുതിക്കുന്നു, ഒരുമിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് ഇന്ന് ലോകമെമ്പാടും മഹാത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും മഹാത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് മതിയായവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്, ആരും അശ്രദ്ധമായിട്ടിരിക്കാതെ എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എല്ലാവരുടെ മേലും അങ്ങനെ മഞ്ഞും മഴയും ഇന്ന് പകൽക്കാലം പെയ്യുമാറാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ആത്മാവിൽ നിറയട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അടുത്ത ഹൃദയങ്ങളിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ കയറി വരുവാൻ ഇടവരട്ടെ. ഇവിടെ കയറി വരിക എന്ന് യോഹന്നാൻ കേട്ട ശബ്ദം ഇന്ന് ഈ പ്രഭാതയാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ. ആത്മാവിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവിനെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആത്മനിറവ് പ്രാപിച്ച് മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ പനിയുടെ അസ്വസ്ഥതകളും, എല്ലാ ശാരീരികമായ ക്ഷീണങ്ങളും നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമേൻ. ലങ്സിനകത്തുള്ള ഡിസ്റ്റർബൻസുകൾ, അമേൻ, ബ്രോങ്കൈറ്റിസ് മാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ വേദനകൾ ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസിൻ്റെ സ്പിരിറ്റും യേശുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവരെ ഓർക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ. ഇന്ന് പകൽക്കാലം അങ്ങനെ മഹാത്ഭുതങ്ങൾ നടക്കട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്കതായ വിവാഹാലോചനകൾ വരട്ടെ. അതുപോലെ കർത്താവെ,
മറ്റു ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ആമേൻ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുള്ള ബന്ധത്തിലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യണം, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും ഇന്ന് സഭായോഗം നടക്കുന്ന ദിവസമാണ്. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഒരു ഉണർവുണ്ടാകുവാൻ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി ഉണ്ടാകണമേ. തൻ്റെ ദാസിദാസന്മാരെ സൂക്ഷിക്കണമേ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ ആമേൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ, കർത്താവ് അനുവദിച്ച നാളെ മുതൽ 3 ദിവസം അവൈക്കനിങ്, ആമേൻ, നമ്മുടെ 3 ദിവസത്തെ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അവൈക്കനിങ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ കഴിയുന്നവർ ഇവിടെ തന്നെ വന്ന് പങ്കെടുക്കുക, അല്ലാത്തവർ ലൈവിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ്. ഇന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവിടെയും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. കാരണം കാറ്റിന് ദുഃഖമില്ല, തീക്ക് ദുഃഖമില്ല, ആമേൻ, അതിനൊന്നും ദുഃഖമില്ല. വ്യക്തികൾക്ക് മാത്രമാണ് ദുഃഖം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവുമായിട്ട് മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതായ ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. അത് ദൈവപ്രവൃത്തിക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി ആമേൻ നമ്മൾ എന്ത് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഓർത്തോണം, നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി തീരുക. ഇന്ന് അതല്ല കർത്താവ് തന്നിരിക്കുന്ന ആലോചന. അടുത്ത ഭാഗം, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്, ഈ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്, സീല് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാമ്പ് സീൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു ലീഗൽ കാര്യമാണ്. അതായത് ഒരു പേപ്പറിൻ്റെ മേൽ ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ, ഒരു സീല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് അത് ഇന്ന സ്ഥാപനത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. ഇപ്പം ഒരു ഡോക്യുമെൻറ്റിൽ ഒരാൾ സൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ആ കമ്പനിയുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ സീല് വെക്കുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ആയി മാറും. കാരണം അത് ആ കമ്പനിയുടെ ആണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഇതുപോലെ എന്നെയും നിങ്ങളെയും മുദ്രയിട്ടിരിക്കുക പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മുടെ മേലുള്ള ഒരു മുദ്രയാണ്. അതായത് ദൈവത്തിൻ്റേതാണെന്ന ഒരു മുദ്രയാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ ഉറപ്പിച്ചു, ഇത് പരിശുദ്ധാത്മാവ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആണെന്നുള്ളതിൻ്റെ ഒരു മുദ്രയാണ്. അതുപോലെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അച്ചാരമായ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പം അത് അച്ചാരമെന്ന് പറഞ്ഞ് അഡ്വാൻസ് ടോക്കൺ ആണ്. അതായത് ഇപ്പം നമ്മൾ ഒരു വസ്തുവോ ഒരു കാര്യമോ നമുക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം നമ്മൾ അത് വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടോക്കൺ കൊടുക്കും, ഒരു അഡ്വാൻസ് കൊടുക്കും. എന്തിനാ? അത് വേറെ ആരും കൊണ്ടുപോകാതിരിപ്പാൻ. അപ്പം ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ നമ്മളെ എടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പൂടാണ്, നമ്മളെ വന്ന് കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പൂടാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ പിതാവിൻ്റെ സ്വർഗത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര. അതുപോലെ നമ്മളെ വീണ്ടും വന്ന് കൊണ്ടുപോകുമെന്നുള്ളതിൻ്റെ വേറൊരു ഉറപ്പാണ് പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അച്ചാരം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്, ടോക്കൺ അഡ്വാൻസ്. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതോടുകൂടെ നമ്മൾ ദൈവത്തിൻ്റെതാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായി മാറി. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നതോടുകൂടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നതോടുകൂടെ കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ എടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ, അതായത് അഡ്വാൻസ്, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ ഞാൻ വന്ന് മേടിച്ചോളാം, ഞാനിപ്പം കൊണ്ടുപോകുന്നില്ല, ഞാൻ വന്നിട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ളതിൻ്റെ ഒരു ടോക്കണാണ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നതിനാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024
മെയ് മാസം 26 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ നല്ല സമയത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, 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 സ്തോത്രം, 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സൃഷ്ടിച്ച ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്നത്